അധികം വെട്ടി. ഓ, വെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെട്ടലോട് വെട്ടാം. മതി മതി, വെട്ടി തീർക്കണ്ടെന്ന് പറഞ്ഞാൽ മരം മൊത്തം വിട്ട് പോകും. അതാ പറഞ്ഞ് വെട്ടാൻ നിറം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരം മൊത്തം വെട്ടുന്നു. നീറട്ടെ. ഒത്തിരി കാട് പോലെ അങ്ങ് ആയിട്ടുണ്ടല്ലോ. രണ്ടാമത് കിളുത്ത് വന്നോളും. ഇതിൻ്റെ കുറച്ച് കമ്പൗണ്ട് വെക്കാമെങ്കിലേ അവിടെ ആ ഡോക്ടറിൻ്റെ പറമ്പിൽ വെക്കാം. നിറച്ചും പൂവുണ്ടാവും. ഓ, അതെ, വലിച്ചാൽ പോരുമില്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഹലോ ഹലോ, ബാ നിർത്തി. ഇനി വേറെ പരിപാടികളുണ്ട്. വലിച്ചാൽ അത് കുടുങ്ങി കിടക്കാവുന്നത്. ഓ, ആ കമ്പും കൂടെ വെട്ടിയാലോ? അപ്പോൾ അറ്റമായിട്ട് വെട്ടണ്ട, അതാ അങ്ങോട്ട്, അതാ അവിടെ നിന്ന് തന്നെ അങ്ങ് വെട്ടിക്കോ. ഇവിടെ അവിടെ അങ്ങ് വെട്ടിക്കോ. ബ്ലോക്കായി ഇപ്പം. ഇപ്പോൾ പൂ കുറവാണ്. നല്ലതായിട്ട് വളർന്നോളും ഇത് കഴിഞ്ഞാണെങ്കിൽ. ഇവിടേക്ക് വെളിച്ചമൊക്കെ ഉണ്ടാവും. ഒഴിഞ്ഞു എനിക്ക് ആ ചെമ്പരത്തി വെട്ടിക്കൂ. അതങ്ങനെ വെട്ടിക്കണം. അത് വൈറ്റിൻ്റെ ആണ്. അത് അവിടെ നിന്ന് വെട്ടിയാണുണ്ടോ? ഇച്ചിരി കയറ്റി വെട്ടിക്കൂ. അവിടെ മാത്രം. അത് വൈറ്റ് ചെമ്പരത്തിയാണ്. അതും വേണേൽ വെട്ടിക്കുക. ഏതായാലും വെട്ടി. ഇനി ബാക്കിയും കൂടെ അങ്ങോട്ട്. ഓ, അത് ഇനി ആവശ്യമുള്ള കേട്ടോ. ചന്നം പന്നം വെട്ടിയാൽ അത് പിന്നെ കിളുക്കില്ല, ഉണങ്ങി അങ്ങ് പോവും. ഓ, എൻ്റെ ദൈവം, പറ്റിയ ആളെ കൊണ്ടാണ് വെട്ടിക്കുന്നത്. മരം മുഴുവൻ അത് നശിപ്പിക്കും. അതുപോലെ വെട്ടുക. അത് മൊത്തം കരിഞ്ഞു പോകുന്ന പോലെയാണ് വെട്ടുന്നത്.